KSRTC ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര ഒരുക്കുന്ന പ്രിയദർശിനി പദ്ധതിക്ക് ഇന്ന് തുടക്കമാവുകയാണല്ലോ. അപ്പോൾ ഈ പദ്ധതി സ്വകാര്യ ബസ് വ്യവസായത്തെ തകർക്കുമെന്നാണ് സ്വകാര്യ ബസ് ഉടമകൾ പറയുന്നത്. കോഴിക്കോട് നിന്ന് ആകാശ് നമുക്കൊപ്പം തത്സമയം ചേർന്നുണ്ട്. ആകാശ്, ഗുഡ് മോർണിംഗ്. പദ്ധതി പ്രഖ്യാപിച്ച സമയം മുതൽ തന്നെ ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ, സ്വകാര്യ ബസ് ഓപ്പറേറ്റർ അസോസിയേഷനൊക്കെ പരസ്യമായി തന്നെ അവരുടെ നിലപാട് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞാണ് ഇത് ഞങ്ങൾക്ക് ഒരു ഇരുട്ടടിയാകുമെന്നുള്ളത്. ഈ KSRTC ബസ് കൂടുതലായിട്ടുള്ള ജില്ലകൾ കുറവാണ് എങ്കിൽ പോലും സ്വകാര്യ ബസ് മേഖലയെ ഇത് വലിയ തരത്തിൽ ബാധിക്കുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അപ്പോൾ ഇന്ന് പദ്ധതിക്ക് തുടക്കമാവുകയാണ്. എന്താണ് അവർക്ക് പറയാനുള്ളത്? തീർച്ചയായും സേതുലക്ഷ്മി, ഒരു സ്ഥലത്ത് ആശ്വാസമാണെങ്കിൽ മറ്റൊരു സ്ഥലത്ത് ആശങ്ക എന്ന് പറയണം. സ്ത്രീകൾക്ക് സൗജന്യയാത്ര സാവധാർഗമാണെങ്കിൽ കൂടി ഇത് സ്വകാര്യ ബസ്സുകളെ കാര്യമായി തന്നെ ബാധിക്കും. ഏകദേശം 60% സ്ത്രീ യാത്രക്കാരാണ് ഈ സ്വകാര്യ ബസ്സുകളിൽ നിലവിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ഇവർക്ക് കാര്യമായി ബാധിപ്പുണ്ടാക്കും. ഇവരുടെ വരുമാനത്തിൽ തന്നെ വലിയ രീതിയിലുള്ള ബാധിപ്പുണ്ടാക്കും. കാരണം ഇന്ധന വില വർധനവുണ്ട്, ഈ വാഹനത്തിൻ്റെ മെയിൻ്റെനൻസ്, ടാക്സ് തുടങ്ങിയ എല്ലാം കൊണ്ടും ഇവർ വലിയ രീതിയിൽ ബുദ്ധിമുട്ടുമ്പോൾ ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര കൂടെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ KSRTC ബസ്സുകളിൽ, ഓർഡിനറി ബസ്സുകളിലാണെങ്കിൽ പോലും വലിയ രീതിയിൽ ഈ സ്വകാര്യ ബസ്സുകളെ ഇത് ബാധിക്കും. സ്വകാര്യ ബസ്സിലെ പലരെയും ഇത് ബാധിക്കും. ഇപ്പോൾ ചേട്ടാ, KSRTCയിൽ ഇന്ന് മുതൽ സൗജന്യ യാത്ര സ്ത്രീകൾക്ക് സൗജന്യ യാത്ര എന്ന് മുതൽ, അപ്പോൾ നിങ്ങളെ കാര്യമായിട്ട് ബാധിക്കില്ലേ? അത് ബാധിക്കും. ഇന്നിപ്പോ സ്ത്രീ യാത്രക്കാർ സ്ത്രീ യാത്രക്കാരുടെ എണ്ണം ഇന്ന് കുറഞ്ഞിട്ടുമുണ്ട്. ഈ സ്വകാര്യ ബസ്സുകളിൽ കയറുന്ന സ്ത്രീ യാത്രക്കാരുടെ എണ്ണം കുറഞ്ഞിട്ടുമുണ്ട്. അതെല്ലാം തന്നെ ഇവർക്ക് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളിലേക്ക് നയിക്കും. കാരണം ഇവരെ സാമ്പത്തികമായി വല്ലാത്ത രീതിയിൽ തന്നെ ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യമാണ്. ഇന്ധന വില വർധനവും അതുകൂടെ തന്നെ മറ്റ് മെയിൻ്റനൻസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. ഇപ്പോൾ ചേട്ടാ, ഇന്ധന വില വർധനവ് കൂടാതെ തന്നെ ഇപ്പോൾ സൗജന്യ യാത്ര KSRTC സ്ത്രീകൾക്കൊക്കെ കൊടുക്കുക, നിങ്ങളത് ബാധിക്കില്ലേ സാമ്പത്തികം? തീർച്ചയായിട്ടും ബാധിക്കും, സംശയമില്ലാത്ത കാര്യമല്ല. അതായത് ഇപ്പോൾ ഒരു യാത്രയിൽ ഒരു 5 യാത്രക്കാരുണ്ടെങ്കിൽ 3 സ്ത്രീകൾ 2 പുരുഷന്മാരാണ്. സ്വാഭാവികമായിട്ടും 3 ഫെയർ ഫ്രീ ആയി കിട്ടിയില്ലേ? സ്വാഭാവികമായിട്ട് അവരതിൽ തന്നെ കയറുള്ളൂ. അങ്ങനത്തെ സാങ്കേതിക പ്രശ്നമുണ്ട്. പിന്നെ ഈ സമയത്തിൻ്റെയാണ് ഇപ്പോൾ ഒരു ആശ്വാസം. 9 മണി ഇന്ന് നിലവിൽ എങ്ങനെയാണെന്ന് അറിയില്ല. അതായത് നിലവിൽ 8:30 മണിക്കാണ് തോന്നുന്നു വന്നത്. 9 മണിക്കാണെന്നുണ്ടെങ്കിൽ പ്രൈവറ്റ് സ്ഥാപനങ്ങളൊക്കെ 9 മണിക്കാണുള്ള പഞ്ചിങ്. അതാണ് ഒരു പ്രതീക്ഷ. വേറെയൊക്കെ കണക്കാണ്, നല്ല ബാധിക്കും, സംശയമില്ലാത്ത കാര്യമാണ്. ഒരുവിധം ബസ്സുകളൊക്കെ കുറ്റ്യാടി ലൈനിൽ സ്റ്റോപ്പേജ് കൊടുക്കാൻ പോകാമെന്നിങ്ങനെ പറഞ്ഞു കേട്ടു. എൻ്റെ അധികാരിയായിട്ട് അറിയില്ല, അങ്ങനെ പറഞ്ഞിടും. നിർബന്ധമായിട്ട് വില വർധനവും ഇതെല്ലാം തന്നെ ഏറെക്കുറെ വർധനവും ഡീസലിന് മൈലേജ് ഷോട്ടുള്ള ഡീസലാണ്. ഈ ഡീസലിന് വില വർധനവ് ഉള്ളതുകൊണ്ട് തന്നെ ആയിരിക്കണം ഈ ഡീസലിന് മൈലേജ് വളരെ കുറവുള്ള മൈലേജുള്ള ഡീസലാണ് ഇറങ്ങുന്നത്. ആകാശിലേക്ക് ഞാൻ മടങ്ങിയെത്താം.